2019 ജസ്റ്റിസ് കെ ടി തോമസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹമായിരുന്നു അന്വേഷിച്ചത്. ആ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു ബില്ല് ഇപ്പോഴും 5 കൊല്ലത്തിന് ശേഷവും അടുക്കളയിൽ ഇരിപ്പുണ്ട്, സെക്രട്ടേറിയറ്റ് ഫയലിൽ. അല്ല, എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് അത് പാസ്സാക്കാൻ കഴിയില്ല? എലന്തൂരിലെ ഈ നല്ല വിശ്വാസികളാണ് ഇടതുപക്ഷത്തിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷത്താണ് ഏറ്റവും നല്ല വിശ്വാസികളുള്ളത്. ഏറ്റവും നല്ല വിശ്വാസികളും പൂജ്യവും കൂടോത്രവുമായിട്ട് നടക്കുന്നുണ്ട് ഇടതുപക്ഷക്കാരാണ്. പറ്റില്ലല്ലോ തലയിട്ട് പാടൂർ ഒറ്റ കാര്യം, ശ്രീകണ്ഠൻ നായർ ചോദ്യം ചോദിച്ചത് എന്നോടാണ്, ഞാൻ മറുപടി പറയട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ പറയാം. ഇടതുപക്ഷ സർക്കാർ അത് എന്തുകൊണ്ട് ചെയ്തോ ഇല്ല എന്നുള്ളത് പറയാൻ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ? 2014 ഇത്തരമൊരു സ്വകാര്യ ബില്ല് തയ്യാറാക്കി കൊടുത്ത സംഘടനയാണ് ശാസ്ത്രായുധ പരിഷത്ത്. അതിപ്പോഴും അവിടെ പെൻഡിങ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് തന്നെ വെച്ച കമ്മീഷനാണ് കെ ടി തോമസിൻ്റെതായിട്ട് അവര് ബില്ല് തയ്യാറാക്കി 2023 ഗവൺമെന്റിന് കൊടുത്തത്. ചീഫ് മിനിസ്റ്റർ കൂടി അതവിടെ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. അട്ടത്ത് വയ്ക്കും. യുക്തിവാദി സംഘം അവസാനം ഹൈക്കോടതിയിൽ വന്ന ഇത് നോ ഡൗട്ട്, സംശയമില്ല, മെറ്റീരിയലൈസ് ചെയ്തേ പറ്റൂ. പക്ഷെ ഒന്നുണ്ട്, സമയം ഒരു ഘടകമാണ്. 2014 ഞങ്ങൾ കൊടുത്ത ബില്ല് നടപ്പാക്കിയില്ല. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇടതുപക്ഷ സർക്കാരിന് കൊടുത്തു. പിന്നീടാണ് കേസ് കോടതി കൊടുത്തത്. കോടതി കൊടുത്തപ്പോൾ ഗവൺമെന്റ് ആദ്യം കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം അവിശ്വാസം വേർതിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ആദ്യം പറഞ്ഞത്. അതുവരെ പറഞ്ഞു. അത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ പറഞ്ഞില്ലേ, അശാസ്ത്രീയമായത് ലോജിക്കൽ റീസണിംഗ് ഇല്ലാത്ത, എവിഡൻസ് ഇല്ലാത്ത, പ്രൂഫ് ഇല്ലാത്ത വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസമാണ്. ഒറ്റ പോയിന്റ് പറയട്ടെ, ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിയമമുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നിയമം. മഹാരാഷ്ട്രയിൽ തുടങ്ങി, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര. വാഗ്ദാനം പറയുന്നത് അവരുദ്ദേശിക്കുന്നത് മാത്രം മതി ഇവിടെ എന്നുള്ളത്. സയൻസ് അത് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണ് ഞാൻ. ഭരണഘടന, നമ്മുടെ രാജ്യത്തെ ഭരണഘടന മതവിശ്വാസത്തിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. വിശ്വസിക്കാതിരിക്കുകയും ആവാം. ആ വിശ്വാസം ഓരോ വ്യക്തിയുടെ പേഴ്സണലാണ്. അത് ഇവര് പറയുന്ന പോലെയുള്ളത് തെളിയിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ട് തെളിയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മൗലികാവകാശങ്ങളുടെ കടന്നുകയറ്റമാണ്. ആ ഇനിയിപ്പോ തോമസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, തോമസിന്റെ ബില്ല് കെ ടി തോമസിന്റെ ബില്ല് ഉണ്ടായിരുന്നത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇവിടുത്തെ ശബ്ദമില്ലാത്ത ജനത എന്ന് ഞങ്ങളൊക്കെ പറയുന്ന SC/ST വിഭാഗങ്ങളുടെ അവരുടെ പ്രേതാരാധന, അവരുടെ ആരാധന, ഇതൊക്കെ കൂടോത്ര മന്ത്രവാദം, അല്ലാണ്ട് ബാക്കിയുള്ളവരും തൊട്ടില്ല. അതായത് ഇതൊക്കെ സംസാരത്തിൽ വരുന്ന സാമ്പത്തിക ഇടപാടാണ് പറയുന്നത്. ഈ പറയുന്ന ജനത സാമ്പത്തികത്തിനല്ല, അവരുടെ ആത്മീയമായിട്ടുള്ള അവരുടെ സന്തോഷത്തിനും ആനന്ദത്തിനും അവരുടെ കൾച്ചറിക്കലി കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ അവരൊക്കെ കൊടുത്ത ബില്ലിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.